ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാശനം, ശ്രീ ഗുരുവായൂരപ്പാശനം, ശ്രീ ഗുരുവായൂരപ്പാശനം. ശ്രീഹരിയും ഒരു നിഴനാരായണിയും. ദശകം 73. ഭഗവാന്റെ മധുരാപുരയാത്ര. ഗോകുലേശൻ മധുരയ്ക്കു പോകുന്നെന്ന് വാർത്ത കേട്ടു. ഗോപികമാർ അത്യധികം ദുഃഖിതകളായി. അവരെല്ലാം ഒരിടത്തു ഒരുമിച്ചു ഒത്തുകൂടി അവലാദികൾ പറഞ്ഞു കണ്ണുനീർ വാർത്തു. ദയക്കിരിപ്പിടമായ ദയാനിധി കണ്ണനെന്റെ നമ്മളെ മാറന്നു മധുരയ്ക്കു പോകുന്നു. ഈശ്വര നീ എൻ്റെ ഇത്ര കാരുണ്യമില്ലാത്തവനായി ഈ വിധത്തിൽ ചൊല്ലിയവർ കണ്ണുനീർ വാർത്തു. നന്ദഗോപനോടും പിന്നെ ചങ്ങാതിമാരോടുമൊപ്പം നന്ദനന്ദനൻ രാത്രിയിൽ യാത്രയ്ക്കൊരുങ്ങി. കരയുന്ന ഗോപികളെ ആശ്വസിപ്പിച്ചിടാനായി കണ്ണനൊരു സുഹൃത്തിനെ പറഞ്ഞയച്ചു. താമസിയാതെ തന്നെ ഞാൻ തിരിച്ചെത്തും, ശങ്ക വേണ്ട. താമരക്കണ്ണനാം ദേവൻ പറഞ്ഞയച്ചു. സമാഗമ സൗഭാഗ്യത്തിൻ പുണ്യമേറും വേളയതിൽ അമൃതസാഗരം തന്നിൽ നിങ്ങളെ മൂക്കാം. കടുത്ത സങ്കടത്തോടെ അനങ്ങാതെ നിന്നാനവർ കണ്ണൻ തൻ്റെ സ്വർണരഥം മറയും വരെ. കാരുണ്യത്തിൻ കടാക്ഷങ്ങൾ തിരിച്ചേകി നന്ദസൂനു കവിളിലെ കണ്ണീർ കണം ഒപ്പുന്ന പോലെ. ഗോപബാല സഞ്ചരിച്ച വാഹനവൃന്ദങ്ങൾക്കൊപ്പം ഗോപികൾ തൻ ദുഃഖമൂറും മനസ്സുകളും അനുഗമിക്കവേ കണ്ണൻ കരയുന്ന മനുകളും മരങ്ങളും കടന്നെത്തി നദീതീരത്തിൽ. യമുനയിൽ മുങ്ങിയപ്പോൾ അക്രൂരനും കണ്ടുവല്ലോ യദുകുല ബാലൻ തൻ്റെ ദിവ്യമാം രൂപം. മുങ്ങിനിവർന്നൊരു നേരം മുകുന്ദനോരഥം തന്നിൽ. മുപ്പാരിനും നാഥാ നിന്റെ ലീല വിചിത്രം. അക്രൂരനോ വീണ്ടും മുങ്ങി ആശ്ചര്യത്തോടതു കണ്ടു. അനന്തശയനായി നിൻ ദിവ്യസ്വരൂപം. അമരന്മാർ സ്തുതിക്കുന്ന പുരുഷോത്തമ നിന്നെയും അസലായി കണ്ടു പിന്നെ സ്തുതി തുടങ്ങി. യമുനയിൽ മുങ്ങിയപ്പോൾ വിഷ്ണുവിനെ കണ്ടതിനാൽ ബ്രഹ്മാനന്ദ സമുദ്രത്തിൽ ആണ്ടു മുങ്ങിയ അക്രൂരനോ രോമാഞ്ചത്താൽ നിർനിമേഷനായി തീർന്നു. അവിടുത്തെ പാദങ്ങളിൽ ശരണം തേടി. വെള്ളത്തിനു തണുപ്പുണ്ടോ അക്രൂരനോടു ചോദിച്ചു. വെണ്ണീലാവു പൊഴിയുന്ന പുഞ്ചിരിയോടെ. കണ്ണൻ തൻ്റെ ചോദ്യം കേട്ടു കണ്ണീർ തൂവി അക്രൂരനും. കരുണാവാരിധേനി പരിപാലിക്കണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.